പത്തനംതിട്ട റബ്ബർ തോട്ടത്തിൽ നിന്നും പഴക്കം ചെന്ന മനുഷ്യൻ്റെ അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജസ്നയുമായി ബന്ധമുള്ളതാവുമോ, ജസ്നയുടേതാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ജസ്നയെ കാണാതാവുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് അസ്ഥികൂടം കിടക്കുന്നത്. കൂനംകര എന്ന പ്രദേശത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം ലഭിക്കുന്നത്. വർഷങ്ങളായി റബ്ബർ തോട്ടത്തിൽ ആരും പോവാറില്ല. വർഷങ്ങളായി ജനവാസമില്ലാതെ ആ വലിയ തോട്ടം അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ആ പ്രദേശത്ത് ഈ അടുത്ത കാലത്തൊന്നും ആരെയും കാണാതായിട്ടില്ല. മാത്രവുമല്ല, അവിടെ അടക്കങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും വാർഡ് മെമ്പർ പറയുന്നു. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന റബ്ബർ തോട്ടത്തിൽ മരം മുറിച്ചു മാറ്റുന്നതിനാണ് തൊഴിലാളികൾ അവിടെ എത്തിയത്. അവരിലൊരാളാണ് തലയോട്ടി കണ്ടെത്തുന്നത്. ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അരിച്ചുപെറുക്കി അതിനെ തുടർന്ന് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു. അസ്ഥികളെല്ലാം ശേഖരിച്ച് ഫോറൻസിക്കിലേക്ക് അയച്ചിട്ടുണ്ട്. അസ്ഥിയുടെ കാലപ്പഴക്കവും സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ കണ്ടെത്തണം. അതിനുശേഷം മാത്രമേ ഇത് ആരുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ DNA കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊരു സ്ത്രീയുടേതാണെന്നറിഞ്ഞാൽ ജസ്നയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. നിലവിൽ ആ പ്രദേശത്ത് ആരെയും കാണാതായിട്ടില്ല. ആ പ്രദേശത്തെ 30 കിലോമീറ്ററിനുള്ളിൽ കാണാതായത് ജസ്നയെ മാത്രമാണ്. നിലവിൽ ജസ്നയുടെ കേസ് എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ജസ്നയുടേതാവുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. 2018 മാർച്ച് 22-ാം തീയതിയാണ് ജസ്നയെ കാണാതാവുന്നത്. എരുമേലി വരെ എത്തിയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് എങ്ങോട്ട് പോയി തിരിച്ചു വന്നിരുന്നോ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ജസ്നയുടെ കേസ് നിലവിൽ CJM കോടതി CBIക്ക് പുനരന്വേഷണത്തിന് കൈമാറിയിരുന്നു. CBI കഴിഞ്ഞ മാസം CJM കോടതിക്ക് റിപ്പോർട്ടും കൊടുത്തിരുന്നു. ജസ്ന എവിടെ പോയെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ജസ്നയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ വീഴ്ച മൂലമാണ് ഈ കേസ് ഇത്രത്തോളം അട്ടിമറിച്ചു പോവാനുള്ള കാരണമെന്ന് കാണിച്ച് CJM കോടതിയിൽ CBI റിപ്പോർട്ട് കൊടുത്തു. അതിനു പിന്നാലെ ജസ്നയുടെ പിതാവ് ജെയിംസ് എനിക്ക് ചില കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും CBI അന്വേഷിച്ചിട്ടില്ല എന്നും കാണിച്ച് ഒരു പരാതി നൽകുന്നു. അത് എങ്ങനെയാണ് ഇത്രയും ആധികാരികമായി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതെന്ന് കോടതി ചോദിച്ചു. ഞാനൊരു ഏജൻസിയെ വെച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ ജസ്നയുടെ മറ്റൊരു സുഹൃത്ത് കാരണമാണ് എൻ്റെ മകൾക്ക് അപകടം സംഭവിച്ചത്. അതിൻ്റെ തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് എന്ന് ജസ്നയുടെ പിതാവ് അറിയിക്കുന്നു. മുദ്ര വെച്ച കവർ കൊണ്ടുവരാനാണ് കോടതി ആവശ്യപ്പെട്ടത്. അതുപ്രകാരം തെളിവുകളടങ്ങിയ മുദ്ര വെച്ച കവർ കോടതിയെ ഏൽപ്പിക്കുന്നു. പിന്നീട് കോടതി അതെല്ലാം പരിശോധിക്കുകയും ആ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. അത് പ്രകാരം ഇക്കഴിഞ്ഞ ജൂൺ മുതൽ CBI ജസ്നയുടെ മിസ്സിംഗ് കേസ് പുനരന്വേഷണം ആരംഭിച്ചു. അതിനിടയിലാണ് 20 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു അസ്ഥി ലഭിക്കുന്നത്. ഇതൊരു സ്ത്രീയുടെ അസ്ഥികളാവാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നു. എന്നിരുന്നാലും ഔദ്യോഗികമായി തെളിയിക്കണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് വരണം. ഫോറൻസിക് റിപ്പോർട്ടിനായി കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ DNA എന്നീ ടെസ്റ്റ് റിപ്പോർട്ടുകളാണ് ലഭിക്കാനുള്ളത്. ഇതെല്ലാം ലഭിച്ചാൽ മാത്രമേ ഇത് ജസ്നയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ.